തിരുവനന്തപുരം പനവൂർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേട്. മിഷൻ ഡയറക്ടറുടെ ഉത്തരവിന് വിരുദ്ധമായി അംഗീകാരം ലഭിക്കാത്ത നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു. മാർക്കറ്റ് വിലയേക്കാൾ കൂടിയ നിരക്കിൽ സിമന്റ് വാങ്ങി. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ പുറത്തു. നെടുമങ്ങാട് ബ്ലോക്കിൽ ഉൾപ്പെട്ട പനവൂർ പഞ്ചായത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. നിർമ്മാണ പ്രവർത്തികൾക്ക് ചാക്കൊന്നിന് 442 രൂപയ്ക്ക് ലഭിച്ച സിമന്റ് മറ്റൊരു വർക്കിന് 576 രൂപയ്ക്കാണ് ലഭിച്ചത്. കോവിഡ് കാലത്തൊഴികെ സിമന്റ് വില 400 രൂപ കടന്നിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ബില്ലുകളിൽ പലതിലും ഏത് ബ്രാൻഡെന്നോ എത്ര ചാക്കുകൾ ഉപയോഗിച്ചെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല. മെറ്റീരിയൽ തുക നൽകേണ്ട ആളിന് പകരം മറ്റൊരാൾക്ക് നൽകി. സ്കിൽഡ് അൺസ്കിൽഡ് ജോലികൾ ഒരേ ദിവസം ഒരാൾ തന്നെ ചെയ്തുവെന്നും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. ഒരു ഗുണഭോക്താവിന് നൽകേണ്ട തുക മറ്റൊരാൾക്ക് നൽകുകയും പിന്നീട് തിരികെ വാങ്ങി ക്രമീകരിച്ചുവെന്നുമാണ് കണ്ടെത്തൽ. ഇതിനു പുറമെ GSTയിലും വ്യാപക തട്ടിപ്പ് നടന്നു. GST ചട്ടപ്രകാരം കോമ്പസിറ്റ് ടാക്സബിൾ പേഴ്സണായ വെണ്ടർ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾക്ക് GST ഈടാക്കാൻ പാടില്ല. എന്നാൽ സാധന സാമഗ്രികൾക്ക് വൻതുക GST ആയി നൽകി സർക്കാരിന് നഷ്ടം വരുത്തി. ക്രമക്കേടിൽ യഥാർത്ഥ നഷ്ടം എത്രയെന്ന് തിട്ടപ്പെടുത്തി നൽകാൻ തിരുവനന്തപുരം JPCയെയും നെടുമങ്ങാട് BPOയെയും തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ ചുമതലപ്പെടുത്തി. അതേസമയം പഞ്ചായത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. 24 തിരുവനന്തപുരം.